മലയാളത്തിലെ നാട്ടുമൊഴി വഴക്കങ്ങളെ സ്വന്തം കൈപ്പടയിൽ എഴുതി പുസ്തകമാക്കിയിരിക്കുകയാണ് ഒരു അധ്യാപകൻ. വാമൊഴി വഴക്കങ്ങളും നാട്ടുപ്രയോഗങ്ങളും വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ ശേഖരിച്ചാണ് ഭാഷാധ്യാപകനായ വട്ടപ്പറമ്പിൽ പീതാംബരൻ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അച്ചടി തോക്കുന്ന വടിവൊത്തക്ഷരം ഈ മഷിപ്പേനിൽ നിന്നും കടലാസിലേക്ക് പകർത്തുന്നത് മലയാളത്തിന് മുതൽക്കൂട്ടാവുന്ന വാക്കുകളുടെ വൻ ശേഖരം. എങ്ങോ മറന്നവ, എപ്പോഴോ പറയാൻ വിട്ടുപോയവ വീണ്ടും ഓർക്കാനും അർത്ഥം മനസ്സിലാക്കി ചൊല്ലാനുമാണ് ഒരു ഗവേഷണത്തിനായി വട്ടപ്പറമ്പിൽ പീതാംബരൻ എന്ന ഭാഷാസ്നേഹി 4 വർഷം പരിശ്രമിച്ചത്. എഴുതിക്കൂട്ടിയ വാക്കുകൾ അക്ഷരക്രമത്തിൽ ചിട്ടപ്പെടുത്തി അർത്ഥവും വ്യാഖ്യാനവും നൽകി ചിട്ടയായി എഴുതി. അതിൻ്റെ പരിണിതഫലമാണ് വാമൊഴി വഴക്കങ്ങൾ നാടോടിപ്പാട്ടുകളിൽ എന്ന പുസ്തകം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ പ്രൊഫസർ വി കാർത്തികേയൻ നായരാണ് എഴുത്തുകാരൻ്റെ കൈപ്പടയിൽ തന്നെ പുസ്തകമിറക്കിയാൽ എന്തെന്ന ആശയം മുന്നോട്ട് വച്ചത്. 10,000 വാക്കുകൾ ഭാഷാശേഖരത്തിലേക്ക് എഴുതി ചേർത്തു. എഴുതിയ വാക്കുകൾ DTP ആക്കി മാറ്റാതിരിക്കാൻ എഴുത്തുകാരനും ഒരു കാരണമുണ്ട്. എന്തരപ്പി എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി കൊടുക്കണം പി അങ്ങനെ തന്നെ അത് DTP എടുക്കാൻ ഒത്തിരി ക്ലേശം സഹിക്കേണ്ടി. നമ്മൾ നിരന്തരമായിട്ടത് പരിശോധിച്ച് തിരുത്തേണ്ടി വരും. അപ്പോൾ യന്ത്രത്തിൻ്റെ സഹായത്തിൽ ഇതേപടി തന്നെ ഇറക്കുമ്പോൾ അത് ആ വാക്കിൻ്റെ തനിമ നിലനിൽക്കും, അർത്ഥം നിലനിൽക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. നാട്ടുമൊഴി ചന്തമെന്ന മറ്റൊരു പുസ്തകവും സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രസിദ്ധീകരിച്ചതാണ്. ഇനിയും ഭാഷയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനുള്ള പുസ്തകങ്ങളുടെ രചനയ്ക്ക് തയ്യാറെടുക്കുകയാണ് സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവായ വട്ടപ്പറമ്പിൽ പീതാംബരൻ. അദ്ദേഹം എഴുതിയ നാടക വിജ്ഞാനകോശത്തിനും സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ വട്ടപ്പറമ്പിൽ പീതാംബരൻ സിവിൽ സർവീസ് അക്കാദമിയിലും മലയാളം പള്ളിക്കൂടത്തിലുമൊക്കെയായി അധ്യാപനവുമായി സജീവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.